ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന റിഗ്രഷൻ ഇക്വേഷൻസ് യൂസിങ് നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കുമായി ബന്ധപ്പെട്ട് കുറെ ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ റിഗ്രഷൻ അനാലിസിസ് എന്നതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. റിഗ്രഷൻ ഇക്വേഷൻസ് യൂസിങ് നോർമൽ ഇക്വേഷൻസ്. റിഗ്രഷൻ അനാലിസിസിൽ നമ്മൾ രണ്ട് മെത്തേഡുകളാണ് പഠിക്കുന്നത്. അതായത് ഗ്രാഫിക് മെത്തേഡും അതേപോലെ തന്നെ എന്താണ് ആൾജിബ്രിക് മെത്തേഡും. ഈ ഒരു ആൾജിബ്രിക് മെത്തേഡിൽ രണ്ട് മെത്തേഡുകളാണ് വീണ്ടും നമ്മൾ പഠിക്കുന്നത്. രണ്ട് ഇക്വേഷൻസ് ആണ് പഠിക്കുന്നത്. അതായത് റിഗ്രഷൻ ഇക്വേഷൻ യൂസിങ് നോർമൽ ഇക്വേഷൻസ് ആൻഡ് റിഗ്രഷൻ ഇക്വേഷൻ യൂസിങ് റിഗ്രഷൻ കോഎഫിഷ്യന്റ്. ഓക്കെ, ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നോർമൽ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് എങ്ങനെയാണ് റിഗ്രഷൻ ഇക്വേഷൻ കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിഗ്രഷൻ ഇക്വേഷൻ രണ്ടെണ്ണമാണ് വരുന്നത്. ഒന്ന് y ഓൺ എക്സും എക്സ് ഓൺ വൈ ആണ്. എന്താണ് എക്സ് ഓൺ വൈയും y ഓൺ എക്സും? അതായത് y ഓൺ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്നതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, എന്നിട്ട് വൈയുടെ വാല്യൂ കണ്ടെത്തണമെങ്കിലാണ് അതിന് നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ y ഓൺ എക്സ് എന്ന് പറയുന്നത്. ഇനി റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ എന്ന് പറഞ്ഞാലോ വൈയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, എന്നിട്ട് എക്സിന്റെ വാല്യൂ കണ്ടെത്തണമെങ്കിൽ അതിനെയാണ് നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ റിഗ്രഷൻ ഇക്വേഷൻ y ഓൺ എക്സ് എന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻ എന്താണ്? y ഈസ് ഈക്വൽ ടു a പ്ലസ് ബി ഇൻറ്റു എക്സ് ആണ്. ഓക്കെ, ഇനി റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈയോ എക്സ് ഈസ് ഈക്വൽ ടു a പ്ലസ് ബി ഇൻറ്റു വൈ ആണ്. അപ്പൊ ഇവിടെ എയും ബിയും ഈ രണ്ട് നമ്പറുകൾ നമ്മൾ കണ്ടെത്തണം. എയും ബിയും എത്രയാണെന്നുള്ളത് കണ്ടെത്താന് നമ്മൾ ചെയ്യുന്നത് സൈമുൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ കണ്ടെത്തുന്നത് നോർമൽ ഇക്വേഷനിൽ. അതായത് സൈമുൾട്ടേനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ കണ്ടെത്താന് നമ്മൾ ഒന്നിനെ എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്യുക. എലിമിനേഷൻ മെത്തേഡാണ് നടക്കുന്നത്. അത് നമ്മൾ BNM ബേസിക് ന്യൂമറിക്കൽ സ്കില്ല് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടെത്താന് രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്യുകയാണ്. സിഗ്മ വൈ ഈസ് ഈക്വൽ ടു NA പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സും സിഗ്മ എക്സ് വൈ ഈസ് ഈക്വൽ ടു a ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ. ഇവിടെ ആവുമ്പോൾ സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു NA പ്ലസ് ബി ഇൻറ്റു സിഗ്മ വൈ ആണ്. ഇവിടെ എക്സ് ആയിരുന്നു, ഇവിടെ വൈ ആണ്. ഓക്കെ, ഇനി സിഗ്മ എക്സ് വൈ ഇസ് ഈക്വൽ ടു a ഇൻറ്റു സിഗ്മ വൈ പ്ലസ് ബി ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എക്സ് ആണ് കണ്ടെത്തുന്നതെങ്കിൽ ഇവിടെ വൈ ആണ് വരുന്നത്. അത് ഓർമ്മിക്കുക, ഇവിടെ വൈ ആണ് കണ്ടെത്തേണ്ടത്, അതുകൊണ്ട് ഇവിടെ എക്സ് ആണ് വരുന്നത്. ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ റിഗ്രഷൻ ലൈന് കണ്ടെത്തുന്നത്. ഇപ്പൊ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ട് പറയാം. ഇപ്പൊ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് ഫസ്റ്റ് വൺ ദി വാല്യൂ ഓഫ് y if x is 72 and b the value of x if y is 40. x തന്നിട്ടുള്ളത് 12, 16, 20, 24, 30, 40, 50, 54, 60, 64. then y തന്നിട്ടുള്ളത് എന്താണ്? 84, 80, 72, 64, 60, 56, 50, 48, 40, 36. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാൻ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? കുറച്ച് കോളംസ് കൊടുത്തുകൊണ്ട് ആദ്യം നമുക്ക് കുറച്ച് ഐറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് കോളംസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കോളം എക്സ്, അതായത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ. രണ്ടാമത്തെ കോളം വൈ, അതും നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ആണ്. നെക്സ്റ്റ് കോളം എക്സ് സ്ക്വയർ ആണ്, അത് നമ്മൾ കണ്ടെത്തണം. ഇനി അടുത്ത കോളം വൈ സ്ക്വയർ ആണ്, അതും നമ്മൾ കണ്ടെത്തണം. ഇനി അടുത്ത കോളം എക്സ് ഇൻറ്റു വൈ ആണ്, അതും നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ്, അതേപോലെ വൈ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ്. ഇത് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് നമ്മൾ മാറ്റി കൊടുക്കുന്നു. വൈ തന്നിട്ടുള്ളത് 84 and 36. ഓക്കെ, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ കാണേണ്ടത് എന്താണ്? ഇതിന്റെ സ്ക്വയർ ആണ്. എക്സിന്റെ സ്ക്വയർ കാണാം. എക്സിന്റെ സ്ക്വയർ കണ്ടാൽ, അതായത് എക്സ് എന്നതിന്റെ സ്ക്വയർ 12ന്റെ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 144 എന്ന് കിട്ടും. ഇനി 16ന്റെ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 256 എന്ന് കിട്ടും. ഇതേപോലെ ഓരോന്നിന്റെയും സ്ക്വയർ നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും സ്ക്വയർ നമ്മൾ കണ്ടെത്തുന്നു. എക്സിന്റെ സ്ക്വയർ എല്ലാത്തിന്റെയും കണ്ടെത്തി. ഇനി വൈയുടെ സ്ക്വയർ, അതായത് 84ന്റെ സ്ക്വയർ, 80യുടെ സ്ക്വയർ, 72 സ്ക്വയർ, ഇങ്ങനെ വൈയുടെ സ്ക്വയറും കണ്ടെത്തി. ഇനി എക്സ് വൈ എന്നുള്ളത് എക്സ് ഇൻറ്റു വൈ 12 ഇൻറ്റു 84, 16 ഇൻറ്റു 80 ഇങ്ങനെ കണ്ടെത്തുന്നു. 12 ഇൻറ്റു 84 1008, 16 ഇൻറ്റു 80 1280, 20 ഇൻറ്റു 72 1440, ഇങ്ങനെ രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടെത്തുന്നു. ഇനി ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഓരോ കോളം ടോട്ടൽ ചെയ്യണം. എക്സിന്റെ കോളം ടോട്ടൽ ചെയ്യുന്നു, 370 കിട്ടും. സിഗ്മ എക്സ് ആണ്. ഇനി വൈയുടെ കോളം ടോട്ടൽ ചെയ്യണം. ഇതെന്താണ്? സിഗ്മ വൈ ആണ്.
ഇനി ഇതേപോലെ സിഗ്മ എക്സ് സ്ക്വയർ കാണുന്നു, എക്സിന്റെ സ്ക്വയർ ടോട്ടൽ ചെയ്യുന്നു, വൈയുടെ സ്ക്വയർ ടോട്ടൽ ചെയ്യുക, സിഗ്മ വൈ സ്ക്വയർ കിട്ടും. സിഗ്മ എക്സ് വൈ കാണുന്നു. ഓക്കെ, ഇതിന്റെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സിഗ്മ എക്സ് വൈ കിട്ടും. അപ്പൊ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ സിഗ്മ എക്സ് എത്രയാണ്? 370 ആണ്. സിഗ്മ വൈ എത്രയാണ്? 590 ആണ്. സിഗ്മ എക്സ് സ്ക്വയർ എത്രയാണ്? 16,988 ആണ്. സിഗ്മ വൈ സ്ക്വയർ എത്രയാണ്? 37,172 ആണ്. ഇനി സിഗ്മ എക്സ് വൈ ഇസ് ഈക്വൽ ടു 19,100 ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതേപോലെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു 72 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ തന്നത് വൈ ഈസ് ഈക്വൽ ടു 40 ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നത്. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യണം. ഇവിടെ നമ്മൾ ഫസ്റ്റ് കാണുന്നത് എന്താണ്? റിഗ്രഷൻ ഇക്വേഷൻ y ഓൺ എക്സ് ആണ്. y ഓൺ എക്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? y സിഗൽ a പ്ലസ് എന്താണ്? b ഇൻറ്റു എക്സ് ആണ്. ഇവിടെ നമ്മൾ സിഗ്മ y എന്നുള്ളതും സിഗ്മ എക്സ് വൈ എന്നുള്ള രണ്ട് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അതായത് എൻ എ പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സും സിഗ്മ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു സിഗ്മ എക്സ് പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ ആണ്. അപ്പൊ സിഗ്മ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് സിഗ്മ വൈ 590 ആണ്. ഈസിക്കൽ ടു എന്ത് വരും? എൻ എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്സ് 10 അതേപോലെ വൈ 10 ആണ് വരുന്നത്. എൻ നമ്പേഴ്സ് വരുന്നത് 10 ആണ്. ജസ്റ്റ് നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക. ഇനി എൻ ഇൻറ്റു എ ആണ്. എ നമുക്കറിയില്ല. അതേപോലെ ബിയും അറിയില്ല. ബി ഇൻറ്റു സിഗ്മ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 370 ആണ്. ഇത് ഒന്നാമത്തെ ഒരു ഇക്വേഷൻ ആണ്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? സിഗ്മ എക്സ് വൈ എത്രയാണ് തന്നത്? 19,100 ആണ് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടെത്തിയത്. ഇനി ഈ സീക്വൽ ടു എ ഇൻറ്റു സിഗ്മ എക്സ് എത്രയാണ്? 370 ആണ്. പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ എത്രയാണ്? 16,988 ആണ്. ഓക്കെ, ഇത് രണ്ടാമത്തെ ഒരു ഇക്വേഷൻ ആണ്. ഇനി ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, എ ഇൻറ്റു 370 എന്നുള്ളത് 370 എ എന്നുള്ളതിനെ നമുക്ക് ഇവിടെയും ഇതേപോലെ തന്നെ സെയിം ആക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ഇതിന്റെ കൂടെ 37 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതും 370 ആവും. അപ്പൊ ഇത് രണ്ടും 0 ആയി പോകും. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമത്തെ ഇക്വേഷന്റെ കൂടെ നമ്മൾ 37 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, 37 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ വരും? അതായത് 37 ഇൻറ്റു 590. അപ്പൊ അത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ കിട്ടും. അതായത് 590 ഇൻറ്റു 37 21,830. ഇനി 10 ഇൻറ്റു 37 370 എ പ്ലസ് ഇനി 370 ഇൻറ്റു 37 13,690 ബി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് മൂന്നാമതൊരു ഇക്വേഷൻ കിട്ടും. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ മൂന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എ എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും? എ എന്ന് പറയുന്നതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ബി കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇവിടെ 3 മൈനസ് 2 നമ്മൾ കണ്ടെത്തുന്നു. ഓക്കെ, അതായത് ഈ മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്നും രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുന്നു. 21,830 നിന്നും 19,100 മൈനസ് ചെയ്യുന്നു. നമുക്ക് 2,730 എന്ന് കിട്ടും. ഈ സീക്വൽ ടു 370 എ മൈനസ് 370 എ ആണ്. ഇത് രണ്ടും മൈനസ് ആയി പോകും. അപ്പൊ എന്താവും? അവിടെ 0 ആണ്. ഈ സീക്വൽ ടു ഇനി എന്ത് ചെയ്യണം? 13,690 ബി മൈനസ് 16,988 കണ്ടെത്തണം. അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് മൈനസ് 3,298 ബി എന്ന് കിട്ടും. അതായത് ബിയുടെ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും? 2,730 ഡിവൈഡഡ് ബൈ ഇത് മൈനസ് 3,298 എന്നാകും. ഓക്കെ, മൈനസ് 0.83 എന്ന് ആൻസർ കിട്ടും. അപ്പൊ മൈനസ് 0.83 എന്ന് ഏതിന്റെ വാല്യൂ കിട്ടി? ബിയുടെ വാല്യൂ കിട്ടി. അങ്ങനെ ബിയുടെ വാല്യൂ കിട്ടിയാൽ നമുക്ക് എ കണ്ടെത്താൻ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ജസ്റ്റ് അപ്ലൈ ബി ഇൻ 1 ഒന്നാമത്തെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു. എങ്ങനെ വരും? അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ 590 ഈസ് ഈക്വൽ ടു 10a പ്ലസ് ബി എത്രയാണ് നമ്മൾ കണ്ടെത്തിയ മൈനസ് 0.83 ഇൻറ്റു 370 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ 590 ഈസ് ഈക്വൽ ടു ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ 590 ഈസ് ഈക്വൽ ടു 10a മൈനസ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? മൈനസ് 307.1 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ ഇതിന് ഇങ്ങോട്ടേക്ക് സമത്തിന്റെ ഇപ്പുറം എടുക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? നമ്മൾ സമത്തിന്റെ ഇപ്പുറം എടുക്കുമ്പോൾ പ്ലസ് ആവും. അതായത് 590 പ്ലസ് 307.1 ഈസ് ഈക്വൽ ടു 10a എന്നാകും. അതായത് 897.1 ഈസ് ഈക്വൽ ടു 10a എന്ന് കിട്ടും.
A is equal to 897.1 divided by 10 is equal to 89.71 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എയുടെ വാല്യൂവും ബിയുടെ വാല്യൂവും കണ്ടെത്തി. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണ്? ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യണം. എ പ്ലസ് ബി ഇൻറ്റു എക്സിലേക്ക്. അതായത് y ഈസ് ഈക്വൽ ടു എന്ത് വരും? എ എന്ന് പറയുന്നത് എത്രയാണ് തന്നത്? 89.71 ആണ്. പ്ലസ് ബി എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയാണ്? -0.83 ആണ്. ഇനി നിങ്ങളെ ക്വസ്റ്റ്യനിൽ എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എത്രയാണ്? 72 ആണ്. ഇൻറ്റു 72. ഇപ്പൊ നമുക്ക് 89.71 മൈനസ് 0.83 ഇൻറ്റു 72 കണ്ടു കഴിഞ്ഞാൽ 59.76 എന്ന് കിട്ടും. 29.96 അങ്ങനെ വരും. അതായത് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 എന്ന് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് റിഗ്രഷൻ ഇക്വേഷൻ y ഓൺ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്നാമത്തെ പാർട്ടിൽ. നെക്സ്റ്റ് നമ്മൾ ഇതേപോലെ എന്തും കാൽക്കുലേറ്റ് ചെയ്യണം? എക്സ് ഓൺ വൈയും കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. നെക്സ്റ്റ് നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ എന്ന് പറയുന്ന പാർട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നു. ഞാൻ നേരത്തെ വർക്ക്ഔട്ട് ചെയ്ത അതേ രീതിയിൽ തന്നെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഞാൻ വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു വൈ ആണ്. ഇവിടെ സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു എൻ എ പ്ലസ് ബി ഇൻറ്റു സിഗ്മ വൈ. സിഗ്മ വൈ എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു സിഗ്മ വൈ പ്ലസ് ബി ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ എന്നുള്ളതാണ് ഇക്വേഷൻസ്. അപ്പൊ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 370 ആണ്. ദെൻ എൻ എന്ന് പറയുന്നത് 10 ആണ്. എ അറിയില്ല. പ്ലസ് ബി ഇൻറ്റു സിഗ്മ വൈ എന്ന് പറയുന്നത് എത്രയാണ്? 590 ആണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ ആയി. രണ്ടാമത്തെ ഇക്വേഷൻ സിഗ്മ വൈ എക്സ് ആണ്. സിഗ്മ വൈ എക്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ എത്രയാണ്? സിഗ്മ എക്സ് വൈ തന്നെയാണ്, 19,100. ദെൻ എ ഇൻറ്റു എ നമുക്കറിയില്ല, അതങ്ങനെ തന്നെ കൊടുത്തു. സിഗ്മ വൈ 590 ആണ്. പ്ലസ് എന്ത് വരും? ബി ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ എത്രയാണ്? 37,172. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. ഇനി ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഏതെങ്കിലും ഒന്നിനെ എലിമിനേറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ 590 എ എന്നുണ്ട്. അപ്പൊ ഇവിടെയും 590 ആയാൽ എ നമുക്ക് എ എന്നതിനെ എലിമിനേറ്റ് ചെയ്യാം. ഈ 10 എന്നതിനൂടെ 59 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 590 ആവും. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷനിൽ നമ്മൾ 59 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 370 ഇൻറ്റു 59 21,830. 10 ഇൻറ്റു 59 590 പ്ലസ് ബി ഇൻറ്റു 590 ഇൻറ്റു 59 34,810. മൂന്നാമത്തെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി നിങ്ങൾ നോക്കുക, ഈ മൂന്നാമത്തെ ഇക്വേഷനിൽ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുന്നു. രണ്ടാമത്തെ 3 മൈനസ് 2 ഇതിൽ നിന്നും രണ്ടാമത്തെ കുറക്കുന്നു. 21,830 19,100 കുറച്ചാല് എത്ര കിട്ടും? 2,730. 590 എ മൈനസ് 590 എ 0 ആകും. ഇനി 34,830 37,172 മൈനസ് ചെയ്യുന്നു. അപ്പൊ മൈനസ് 2,362 ഇൻറ്റു ബി എന്ന് കിട്ടും. ഇനി ഇവിടെ നമുക്ക് ബി കണ്ടെത്താം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? 2,730 ഈ ബി എന്നതിന് അവിടെ വെച്ചിട്ട് ഇത് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ ആവും. അതാണ് മൈനസ് 2,362 ആകുന്നത്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? -1.16 എന്ന് ബിയുടെ വാല്യൂ കിട്ടും. ഇനി ഈ ബിയുടെ വാല്യൂ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. അപ്പൊ ഒന്നാമത്തേൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ബി ഇൻ 1 ഒന്നാമത്തേൽ അപ്ലൈ ചെയ്യുന്നു. അതായത് 370 ഈസ് ഈക്വൽ ടു 10a. ഇവിടെ എന്ത് ചെയ്യും? ബിയുടെ വാല്യൂ കൊടുത്തു -1.6 ഇൻറ്റു 590. ഓക്കെ, അപ്പൊ 370 ഈസ് ഈക്വൽ ടു 10a മൈനസ് 684.4. അതായത് 370 എന്നതിന്റെ കൂടെ ഇതിനെ ആഡ് ചെയ്യുന്നു. ഇത് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ എന്താവും? പ്ലസ് ആവും. ഓക്കെ, ഇപ്പൊ 684.4 ഈസ് ഈക്വൽ ടു 10a എന്നാവും. അപ്പൊ ഇവിടെ 1054.4 is equal to 10a. A is equal to 1054.4 divided by 10. അതായത് 105.44 എന്ന് കിട്ടും. അപ്പൊ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഈക്വേഷനിലേക്ക് കൊടുത്തു. x is equal to a plus b into y ആണ്. അതായത് 105.44 ആണ്. അത് കൊടുത്തു. ബി എന്ന് പറയുന്നത് -1.16 ആണ്. ഇൻറ്റു വൈയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നതാണ് 40. അപ്പൊ ഇവിടെ 105.44 മൈനസ് 46.4 ദാറ്റ് ഈസ് ഈക്വൽ ടു 59.4. അപ്പൊ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 59 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇത്തരത്തിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കും. ഓക്കെ.